നിങ്ങൾ ബിടെക് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ജോലി നേടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 45,000 മുതൽ 70,000 രൂപ വരെ ശമ്പളം ലഭിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 12,000 ഒഴിവുകളാണ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ RRB പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, ഞാൻ പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ പറ്റിയും NTPC എക്സാമിനെ പറ്റിയും സെക്ഷൻ കൺട്രോളർ എക്സാമിനെ പറ്റിയിട്ടുമാണ്. എന്തുകൊണ്ടാണ് ബിടെക് പഠിച്ചവർ അല്ലെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ഡിപ്ലോമയോ ബിടെക്കോ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഈ 3 എക്സാമും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത്? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് 3ഉം കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം. ഈ 3 എക്സാമുകളുടെയും സിലബസ് കമ്പാരിസണും എക്സാം പാറ്റേണും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും എന്തുകൊണ്ട് ഈ 3 എക്സാംസിനെയും നിങ്ങൾ ഒരുമിച്ച് പഠിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് ഈ 3 പരീക്ഷകളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. എന്താണ് ഈ 3 പരീക്ഷകളുടെയും പ്രത്യേകത, എന്താണ് ഇതിന് കോമൺ ആയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പാരാമീറ്റർ ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഏജ്, മറ്റൊന്ന് വിദ്യാഭ്യാസ യോഗ്യത, പിന്നൊന്ന് വേക്കൻസിയാണ്. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 33 വയസ്സാണ്, ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. നിങ്ങൾ OBC കാരാണെങ്കിൽ അധികം 3 വർഷം റിലാക്സേഷനും, SC/ST കാരാണെങ്കിൽ അധികം 5 വർഷം ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇത് ത്രൂ ഔട്ട് എല്ലാ എക്സാമിനേഷനും ഈ പറയുന്ന ഏജ് റിലാക്സേഷൻസ് ബാധകമാണ്. ഓക്കെ, JEE ഉള്ള വിദ്യാഭ്യാസ യോഗ്യത, JEE എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ. ശ്രദ്ധിക്കുക, 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിലോ ഡിഗ്രിയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ആണെന്നുണ്ടെങ്കിലോ +2 അല്ലെങ്കിൽ ഈക്വലന്റ് ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഇതിന്റെ ഏജിന് വ്യത്യാസമുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 30 അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത്, ഗ്രാജുവേറ്റ് ആണെങ്കിൽ 33 തന്നെയാണ്. അതായത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനും സിമിലർ ഏജ് റിലാക്സേഷനും സിമിലർ ഏജ് ക്രൈറ്റീരിയയുമാണ് ഉള്ളത്. ഇതിന്റെ ടോട്ടൽ വേക്കൻസീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2,569 ഒഴിവുകളിലേക്കാണ് ഇത്തവണ JEE വിളിച്ചിരിക്കുന്നത്. NTPC ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ 5,810നും 3,058 അണ്ടർ ഗ്രാജുവേറ്റിനുമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 11,437 ഒഴിവുകളാണ് നിങ്ങൾക്ക് ഇത്തവണ ഈ പറയുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാമും അതുപോലെ തന്നെ NTPC എക്സാമും കൂടെ ആയിട്ട് ഉള്ളത്. ഞാൻ മറ്റൊരു പരീക്ഷയെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, സെക്ഷൻ കൺട്രോളർ. ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടവർ എത്ര പേര് ഈ എക്സാമിന് അപ്ലൈ ചെയ്തെന്ന് അറിയില്ല. അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ, നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് മിസ്സായിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ കഴിഞ്ഞിരിക്കുന്നു, ക്ലോസ് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 3 പരീക്ഷകളുടെയും അപ്ലിക്കേഷൻ വിൻഡോ നിലവിൽ ലൈവാണ്. അപ്പോൾ ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 368 ഒഴിവുകൾ കൂടെ നിങ്ങൾക്ക് അധികമായിട്ട് ലഭിക്കുകയാണ്. അതല്ലാത്ത കുട്ടികൾക്ക് 11,437 ആണ് വരുന്നത്. ഇപ്പോൾ ഈ സെക്ഷൻ കൺട്രോളറിന്റെ പോസ്റ്റും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 11,805 ഒഴിവുകൾ, ഏകദേശം 12,000 ഒഴിവുകളാണ് ഇവിടെ ഉള്ളത്. ഇനി അപ്പോൾ നിങ്ങളൊരു ബിടെക് പഠിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE എക്സാം അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും. NTPC ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാം. നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് ബിടെക് പഠിച്ചതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സെക്ഷൻ കൺട്രോളർ എക്സാം അപ്ലൈ ചെയ്യാം. അതിന് വിദ്യാഭ്യാസ യോഗ്യത എന്ത് മതി, ഡിഗ്രി മതി. ബിടെക് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ എക്സാം അപ്ലൈ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ +2 അതിനുശേഷം ബിടെക് കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ ലഭിക്കാൻ പോകുന്നത് 12,000 ഒഴിവുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ അവസരം നിങ്ങൾ കാണാതെ പോകരുത്, ഈ അവസരത്തെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് NTPC പരീക്ഷ, നിങ്ങൾ JEE ടെക്നിക്കൽ പോസ്റ്റാണ്, NTPC എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, നോൺ ടെക്നിക്കൽ പോസ്റ്റാണ്. അത് പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരുമിച്ച് പഠിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇത് രണ്ടും. അപ്പോൾ JEE പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം NTPC കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. സെക്ഷൻ കൺട്രോളറും ആക്ച്വലി ഒരു നോൺ ടെക്നിക്കൽ പോസ്റ്റാണ്. സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ഇട്ടാണ് ഇത്തവണ വിളിച്ചിരിക്കുന്നത് മാത്രം. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് ഇതിൻ്റെ സിലബസ് കമ്പാരിസണിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഓരോ പരീക്ഷകളുടെ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT 1ന്റെ സിലബസ് ആണ്. CBT 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ CBT 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 30 മാർക്കിന് മാത്സ് ഉണ്ടായിരിക്കും, 25 മാർക്കിന് റീസണിങ് ഉണ്ടായിരിക്കും, 15 മാർക്കിന് GK ഉണ്ടായിരിക്കും, 30 മാർക്കിന് സയൻസ് ഉണ്ടായിരിക്കും. എല്ലാം കൂടെ ചേർത്ത് 100 മാർക്ക് 90 മിനിറ്റ്. ഇതാണ് നിങ്ങളുടെ CBT 1-ന്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിലബസ് ഇവിടെ വ്യക്തമാണ്. മാത്സിന് എന്തൊക്കെ പഠിക്കണം, റീസണിങ്ങിന് എന്തൊക്കെ പഠിക്കണം, GK എന്ത് പഠിക്കണം, സയൻസ് എന്ത് പഠിക്കണം എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ എക്സാം സിലബസ് എന്ന് പറയുന്നത്, എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി NTPC എക്സാമിൻ്റെ CBT 1-ന്റെ സിലബസും അതിൻ്റെ എക്സാം പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. GKക്ക് 40 മാർക്കാണ് ഉള്ളത്, മാത്സിന് 30 മാർക്കാണ് ഉള്ളത്, റീസണിങ്ങിന് 30 മാർക്കാണ് ഉള്ളത്. അങ്ങനെ 100 ചോദ്യം 90 മിനിറ്റ്. ഇതാണ് CBT 1-ന്റെ സിലബസ് എന്ന് പറയുന്നത്. മാത്സിന് എന്ത് പഠിക്കണം, റീസണിങ്ങിന് എന്ത് പഠിക്കണം, GKക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് ഇവിടെയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പരീക്ഷ ഏതായിരുന്നു? ഇത് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും സിമിലർ സിലബസ് തന്നെയാണ്. അതായത് NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് അണ്ടർ ഗ്രാജുവേറ്റ് ഞാൻ സെപ്പറേറ്റ് ഒരു പേജ് കാണിക്കാത്തത്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ എക്സാം ഏതായിരുന്നു? സെക്ഷൻ കൺട്രോളർ എക്സാം. അതിൻ്റെ സിലബസ് എക്സാം പാറ്റേണോട് കൊടുത്തിട്ടുണ്ട്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 2 മണിക്കൂർ പരീക്ഷ, 100 ചോദ്യം. നേരത്തെ നമുക്ക് എത്രയായിരുന്നു? 90 മിനിറ്റ് 100 ചോദ്യമായിരുന്നു നേരത്തെ കണ്ട 2 പരീക്ഷയ്ക്കും. ഇവിടെ 2 മണിക്കൂറിൻ്റെ പരീക്ഷയും അതുപോലെ തന്നെ 100 മിനിറ്റുമാണ്, 100 ചോദ്യമാണ്. അതിൽ മാത്സ് 60 ചോദ്യമാണ്, ലോജിക്കൽ ക്യാപ്പബിലിറ്റി 20 ചോദ്യമാണ്, മെന്റൽ റീസണിങ് 20 ചോദ്യമാണ്. അതിൻ്റെ സിലബസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ അത് കൊടുത്തുള്ള സിലബസ് തന്നെയാണ് ഈ പറഞ്ഞ 3 സ്ലൈഡിൽ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എന്തോ 3 സ്ലൈഡുകൾ സാറ് കാണിച്ചു. അതിനകത്ത് നിന്ന് ആകെ മനസ്സിലാക്കിയത് ഈ ടേബിൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ഈ 3 സ്ലൈഡ് ഞാൻ സ്പീഡിൽ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ പാറ്റേൺ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുക, സിലബസ് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. നേരത്തെ ഈ കാണിച്ചിട്ടുള്ള 3 സിലബസുകളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 3 സിലബസുകളെ ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് അനാലിസിസിന് വേണ്ടി വേറൊരു രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതാണ് സിലബസ് കമ്പാരിസൺ മാത്തമാറ്റിക്സ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് NTPC എക്സാം, സെക്ഷൻ കൺട്രോളർ എക്സാം. ഞാൻ ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ എന്താണ്? ഒരേ പേര് സിലബസിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെയാണ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണും RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനും സെക്ഷൻ കൺട്രോളർ എക്സാമിനും ഒരുപാട് ടോപ്പിക്സ് സിമിലർ ആണ്, അല്ലേ? ഒരുപാട് ടോപ്പിക്സ് സിമിലർ ആണ്. ആൻഡ് ഇതിൽ ഈ പറയുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഓവർലാപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വളരെ അപൂർവങ്ങൾ മാത്രമാണ് അല്ലാതെ ഒറ്റപ്പെട്ട അവിടെ ഇവിടെയും ചില വാക്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സിലബസും സിമിലർ ആണ് ഈ പറഞ്ഞ 3 പരീക്ഷകൾക്കും. ഇപ്പോൾ സെക്ഷൻ കൺട്രോളറിനാണ് നമുക്ക് ചെറിയ രീതിയിലൊരു മാറ്റം കാണാനായിട്ട് സാധിക്കുന്നത്. ലീനിയർ ഇക്വേഷൻസ് അങ്ങനെ 1-2 സിലബസുകൾ നമുക്ക് പുതിയതായിട്ട്, പ്രോബബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സിലബസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനും അതുപോലെ തന്നെ NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനും സെയിം ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കാനിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മാത്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി RRB JEEക്കും NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിനും സെക്ഷൻ കൺട്രോളറിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? നിങ്ങൾ മാത്സിൻ്റെ സിലബസ് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. ഓക്കെ, വാട്ട് അബൌട്ട് റീസണിങ്ങിൻ്റെ കാര്യം എന്താ? റീസണിങ്ങിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ സിമിലർ സിലബസ് ആയിട്ടുള്ള ഭാഗമാണ്. സെക്ഷൻ കൺട്രോളർ ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അവസാനം പറയാം. RRB JEEയുടെ മാത്സിൻ്റെ കാര്യമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്, റീസണിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ യെല്ലോ കളറിൽ സിമിലർ ആയിട്ടുള്ള സെയിം വെർബറ്റും അപ്പുറം കൊടുത്തിട്ടുള്ള സംഭവമാണ്. ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, അതായത് ഒരേ സിലബസ് തന്നെയാണ്, പക്ഷേ വാക്കുകളിൽ ചെറിയ മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം സിലബസ് തന്നെയാണ്, പഠിക്കേണ്ട സെയിം കാര്യം തന്നെയാണ്. പക്ഷേ സിലബസിലെ വാക്കുകളിൽ ചില മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ഗ്രീൻ കളറിൽ മാറ്റിയിട്ടിരിക്കുന്നതെന്ന് മാത്രം. സോ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾ റീസണിങ് പഠിക്കുമ്പോൾ നിങ്ങൾ JEEയുടെ റീസണിങ് മാത്രമല്ല പഠിക്കുന്നത്, NTPC ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും സെക്ഷൻ കൺട്രോളറിൻ്റെയുമാണ്. ഞാൻ ആ ഹെഡുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ കൺട്രോളർക്ക് എന്തായാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീസണിങ് ടോപ്പിക്സും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും കോംപ്രിഹെൻഷൻ അടക്കമുള്ള കുറച്ച് ഭാഗങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ബാക്കി ഓൾമോസ്റ്റ് റീസണിങ്ങിൻ്റെ, അതായത് സെക്ഷൻ കൺട്രോളറിൻ്റെ സിലബസ് നിങ്ങൾ ടോപ്പിക് നിങ്ങൾ കണ്ടതാണ്. ഇതിലെ ഈ റീസണിങ്ങിൻ്റെ 20 മാർക്കും ഈ 60 മാർക്കും, ഈ 60 മാർക്കിൽ ആകെ ലീനിയർ ഇക്വേഷൻ അങ്ങനെ 1-2 ടോപ്പിക്സ് മാത്രമാണ് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നത്. ഈ 20 മാർക്കും ഈ 60 മാർക്കും, 60-ൽ 50 മാർക്ക് പിടിച്ചോ, 70 മാർക്ക് നിങ്ങൾ ഓൾറെഡി JEEക്കും NTPCയുടെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിനും പഠിച്ചതാണ്. എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന ഈ ലോജിക്കൽ ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ ഈ ഭാഗമാണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം മാത്രമാണ്.
ലോജിക്കൽ റീസണിങ്ങിനകത്തുള്ള ബൈനറിയും സിലോജിസവും ക്ലോക്സും കലണ്ടറും അസംഷൻസ് ബ്ലഡ് റിലേഷൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ എല്ലാത്തിനും പഠിക്കുന്നതാണ്. NTPCക്കും JEക്കും ഒക്കെ പഠിക്കുന്ന ഭാഗം തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് മാത്സ് റീസണിങ് ഈ പറഞ്ഞ 3 പരീക്ഷകൾക്കും 3 കാറ്റഗറിയിലുള്ള പരീക്ഷകൾക്കും എന്താണ് സെയിം സിലബസ് തന്നെയാണ്. അടുത്ത ഭാഗം ഏതാണ് വരുന്നത്? റീസണിങ് കഴിഞ്ഞു. GK സെക്ഷൻ കൺട്രോളറിന് GK ഇല്ല. നിങ്ങൾ GK പഠിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. സെക്ഷൻ കൺട്രോളറിന് അതില്ല, പഠിക്കേണ്ട കാര്യമില്ല. ഇനി JEE പഠിക്കുന്ന കുട്ടിക്ക് GK എങ്ങനെയായിരിക്കും? JEEയുടെ സിലബസിനകത്ത് കൊടുത്തുള്ള GK ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് ഇത് ഈ കാണിച്ചിരിക്കുന്നത് NTPCയുടെ സിലബസ് ആണ്. NTPC ഏതിൻ്റെയൊക്കെ? ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും. അത് ബോത്ത് CBT 1നും CBT 2നും സിമിലർ സിലബസ് ആണ്. രണ്ടിനും ഒരേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. CBT 1നും CBT 2നും സിമിലർ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതിന്? NTPCക്ക്. ഓക്കെ, CBT 1 and 2. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്, ഇവിടെയും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്. ഇവിടെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിളും അതുപോലെ തന്നെ താഴത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൾച്ചറൽ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കാണും. ഇവിടെ ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കാണും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാനായിട്ട് സാധിക്കും? എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കാണാനായിട്ട് സാധിക്കും, വേൾഡ് ഓർഗനൈസേഷൻസ് കാണാനായിട്ട് സാധിക്കും, എക്കണോമിക് ജോഗ്രഫി ഇതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ഇനി കൾച്ചർ ഓഫ് ഇന്ത്യ ഇത് ഇവിടെയും കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഇവിടെയും നമുക്ക് കൾച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബാക്കി എന്താണ്? എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അത് അവിടെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്. വേൾഡ്, സ്പോർട്സ്, ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്നുള്ള ഭാഗം ഇവിടെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമിലർ സിലബസ് തന്നെയാണ് എന്തിനുള്ളത്? RRB JEക്കും NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഉള്ളത്. ഒറ്റ വ്യത്യാസം, ഇത് 15 മാർക്കിന് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ എത്ര മാർക്കിന് പഠിക്കണം? 40 മാർക്കിന് CBT 1നും പഠിക്കണം. അതുപോലെ തന്നെ 50 മാർക്ക് CBT 2നും പഠിക്കണം. എന്ന് പറഞ്ഞാൽ NTPCക്ക് GK ചെറിയ പഠിത്തം പഠിച്ചാൽ മാത്രം പോരാ, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് NTPCയുടെ GK കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഡീറ്റെയിൽഡ് സിലബസ് ആണ്. JEക്ക് അത്ര കണ്ട് ഡീറ്റെയിൽഡ് അല്ല, എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ NTPC എക്സാമിന് നിങ്ങൾ GK പഠിക്കുന്നുണ്ടെങ്കിൽ, NTPC എക്സാമിന് വേണ്ടി നിങ്ങൾ GK പഠിക്കുന്നുണ്ടെങ്കിൽ JEയുടെ JEക്ക് പഠിക്കുന്ന GK ഓൾറെഡി അതിനകത്ത് കവേർഡ് ആയിരിക്കും. ക്ലിയർ? NTPC എക്സാമിന് വേണ്ടി നിങ്ങൾ GK പഠിക്കുന്നുണ്ടെങ്കിൽ JEയുടെ GK അതിനകത്ത് ഓൾറെഡി കവേർഡ് ആയിരിക്കും. അപ്പോൾ GKയുടെ കാര്യത്തിലും തീരുമാനമായി. സെക്ഷൻ കൺട്രോളറിന് GK ഇല്ല. NTPC എക്സാമിന് നിങ്ങൾ GK പഠിക്കുന്നുണ്ടെങ്കിൽ JEയുടെ GK അതിനകത്ത് തന്നെ കവേർഡ് ആണ്. JEക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു GK പഠിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്ക് അവിടെ വരുന്നില്ല. ഇനി എന്താണ് സയൻസിൻ്റെ അവസ്ഥ? സെക്ഷൻ കൺട്രോളറിന് അവിടെയും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. സയൻസ് സെക്ഷൻ കൺട്രോളറിന് ഇല്ല. JEയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10th സ്റ്റാൻഡേർഡ് CBSE സിലബസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് JEക്ക്. NTPCക്കോ? NTPCയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടപ്പോൾ അവിടെ എവിടെയും സയൻസ് എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ NTPCയുടെ GKയ്ക്ക് അകത്താണ് സയൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് അപ് ടു 10th ലെവൽ CBSE. ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 10th ലെവൽ CBSE വരെയുള്ള സയൻസ് ഏതിനും പഠിക്കണം? NTPCക്ക് പഠിക്കണം. പക്ഷേ വ്യത്യാസമുണ്ട്. JEക്ക് നിങ്ങൾ പഠിക്കുന്ന സയൻസ് എത്ര മാർക്കിനാണ്? 30 മാർക്കിനാണ്. NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റും നിങ്ങൾക്ക് ഏറിപ്പോയ സയൻസിൽ ചോദിക്കാൻ പോകുന്നത് 5 മുതൽ 6 മാർക്കാണ്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 30 മാർക്കിനാണെങ്കിൽ, JEക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 30 മാർക്കിനാണെങ്കിൽ NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും നിങ്ങൾ പഠിക്കാൻ പോകുന്നത് 5 മുതൽ 6 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് NTPCയുടെ സയൻസ് ഓൾറെഡി കവേർഡ് ആണ്. NTPCയുടെ GK പഠിക്കുന്ന കുട്ടിക്ക് JEയുടെ GK ഓൾറെഡി കവേർഡ് ആണ്. മാത്സ്, റീസണിങ്, സെക്ഷൻ കൺട്രോളറിനും അതുപോലെ തന്നെ NTPCക്കും അതുപോലെ തന്നെ JEക്കും ഒരുപോലെ ഇരിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനോടകം തന്നെ വ്യക്തമാണ് ഇത് 3 നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ബിടെക് ഉള്ളവർ, നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്, പ്രത്യേകിച്ച് +2 അതിനുശേഷം ബിടെക് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JE, NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, സെക്ഷൻ കൺട്രോളർ പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒഴിവുകൾ 12,000-ഓളമായിട്ട് വർദ്ധിക്കും.
നിങ്ങൾക്ക് 2560 ഒഴിവുകൾ ആണ് അപ്രോക്സിമേറ്റ്ലി എവിടെ വരുന്നത്, ജെയിൽ വരുന്നത്. ടെക്നിക്കലി പഠിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് ജെയ്ക്ക് 2500 ഒഴിവേ ഉള്ളൂ. അതിൻ്റെ എത്ര ഇരട്ടിയായിട്ട് മാറും? നിങ്ങൾ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും സെക്ഷൻ കൺട്രോളറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 12,000 ഒഴിവുകളായിട്ട് മാറും, വർദ്ധിക്കും. ആൻഡ് നിങ്ങൾക്ക് 4 പരീക്ഷകളാണ്, 4 ചാൻസുകളാണ് കിട്ടുന്നത്. ജെഇ എന്ന് പറയുന്ന ഒറ്റ പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നു. ആ പരീക്ഷയുടെ CBT 1 നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരം അവിടെ കഴിഞ്ഞു. ഇതങ്ങനെയല്ല. ജെഇക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്നു, ജെഇ എക്സാം വേണ്ടത്ര രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചില്ല, അത് CBT 1 ഞാൻ കടന്നില്ല, അവിടെ അവസരം കഴിഞ്ഞു എന്നൊരു തോന്നൽ വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റ് എക്സാം വരുന്നു, NTPC ഗ്രാജുവേറ്റ് എക്സാമിന് ഈ പറഞ്ഞ പോലെ പാടിയെന്നിരിക്കുക NTPC അണ്ടർ ഗ്രാജുവേറ്റ് വരുന്നു. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സെക്ഷൻ കൺട്രോളർ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ 4 അവസരങ്ങൾ, 12,000 ഒഴിവുകൾ. ക്വാളിഫിക്കേഷൻ എന്തുണ്ടായാൽ മതി? ബിടെക്, +2 ബിടെക്കും ആണെങ്കിൽ ഈ 12,000 ഒഴിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ബിടെക്കുകാരുടെ അവസരം മാത്രമാണോ വർദ്ധിക്കുന്നത്? അല്ല. നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ +2 ശേഷം ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ജെഇ അപ്ലൈ ചെയ്യാം, NTPC അണ്ടർ ഗ്രാജുവേറ്റ് അപ്ലൈ ചെയ്യാം. NTPC ഗ്രാജുവേറ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ അവസരങ്ങൾ 5600 ഒഴിവുകളായിട്ട് നിങ്ങളുടെ അവസരം വർദ്ധിക്കും. നിങ്ങൾ ഡിപ്ലോമ എടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ജെഇ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡിപ്ലോമ എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനാണ് ആ അവസരം കളയുന്നത്? 5600 എന്ന് പറഞ്ഞാൽ ജെഇയിൽ ഉള്ള 2500ന്റെ ഏകദേശം ഇരട്ടിയിലധികം ഒഴിവുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഡിപ്ലോമ വിത്ത് +2 ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ അവസരങ്ങൾ എന്ത് ചെയ്യുക, മിസ്സാക്കാതിരിക്കുക. സാലറി എന്ന് പറയുന്നത് 45,000 മുതൽ 70,000 രൂപ വരെ സാലറി ലഭിക്കുന്ന കോഴ്സുകളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ആണ് ഇതിൽ ഏറ്റവും സാലറി കുറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പോലും 45,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. 70,000 രൂപ വരെ സാലറി കിട്ടുന്ന ജെഇയിലെയും സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള, സെക്ഷൻ കൺട്രോളർ പോലെയുള്ള NTPC പോസ്റ്റുകൾ, നോൺ ടെക്നിക്കൽ പോസ്റ്റുകളെല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ അവസരം ഇത് 1 ടൈം ആണ്, നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല സുവർണ്ണ അവസരമാണ്. കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ കൂടുതൽ ഒഴിവുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന NTPCയിൽ 11,000-ഓളം ഒഴിവുകളുണ്ടായിരുന്നു, ജെഇയിൽ 7,000-ഓളം ഒഴിവുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയ 18,000 ഒഴിവുകളാണ് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ബിടെക് +2 ഉള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റിയിരുന്നത്. അതിൽ എഴുതി ജോലി കയറിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഓൾറെഡി ജെഇ ആയിട്ട് കയറിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. NTPC എക്സാമിന് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇനി ഈ വർഷം അത് 12,000 കുറഞ്ഞു. അടുത്ത വർഷം എത്രയാണോ ഒഴിവുകൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഈ 12,000 ഒഴിവുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിൽ സെക്ഷൻ കൺട്രോളർ എക്സാം അറിയാതെ പോയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിലവിൽ കറൻ്റ്ലി 3 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലൈവായിട്ടുണ്ട്. NTPC പരീക്ഷ, ഗ്രാജുവേറ്റ് ലെവല്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവല്, ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഈ 3 പരീക്ഷകളും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഈ എക്സാമിന് എങ്ങനെ പോസ്റ്റുകൾ തിരഞ്ഞെടുക്കണം, ഏത് RRBയിൽ അപ്ലൈ ചെയ്യണം, പോസ്റ്റുകളുടെ നേച്ചർ എന്താണ്, എവിടെയാണ് ഒഴിവുള്ളത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കോർ അക്കാഡമിയുടെ ചാനലിലും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ ചാനലുമായിട്ട് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ, എക്സാമിനെ പറ്റി അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന വീഡിയോകളെല്ലാം കണ്ട് ഈ പറയുന്ന അവസരങ്ങളെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. ഇനി സ്കോർ ടീമിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം തന്നെ റെയിൽവേയിൽ ഒരു ജോലി നേടാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ ബാച്ചുകൾ, NTPC ബാച്ച്, ഗ്രൂപ്പ് ഡി ബാച്ച്, സെക്ഷൻ കൺട്രോളർ ബാച്ചിലേക്കെല്ലാം ഉള്ള അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അവസരം പാഴാക്കാതെ നമ്മുടെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും, ആ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 12,000-ഓളം ഒഴിവുകൾ, ഒരു വർഷത്തിനുള്ളിൽ ജോലി, 45,000 മുതൽ 70,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഈ സുവർണ്ണ അവസരം നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.